നമസ്കാരം. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഇന്നത്തെ വാർത്ത വഖഫ് നിയമം എന്നാൽ എന്താണ്, എന്നെ കൊണ്ട് അറിയുന്ന ചില കാര്യങ്ങൾ. വഖഫ് നിയമം എന്ന് പറയുന്നത് മതപരമായിട്ട് പിന്നെ ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു നിയമമാണ് വഖഫ് നിയമം എന്ന് പറയുന്നത്. ഇത് ഒരു മതക്കാരുടെയാണ്, എല്ലാവർക്കും വേണ്ടിയല്ല. 1995 വഖഫ് നിയമം ആക്ട് നിലവിൽ വരുന്നത്. ആദ്യം അന്ന് കോൺഗ്രസിന്റെ ഭരണകാലമാണ്, കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. നരസിംഹറാവു PM ആയി പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്താണ് ആദ്യമായി വഖഫ് ആക്ട് നിയമം കൊണ്ടുവരുന്നത്. ആ നിയമം ശരിക്കും പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വർഗീയതയ്ക്കുള്ളത് അല്ലേ. കാരണം ഇപ്പോഴും അന്നും ഇന്നും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സർക്കാർ ഒരു വോട്ട് ബാങ്കിന് വേണ്ടി, ഒരാൾക്കാർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയമാണ് കോൺഗ്രസ് സർക്കാർ. അവരാണല്ലോ ഈ തരികിട ഇവിടെ കൊണ്ടുവരുന്നത് ഇന്ത്യയിൽ. വീണ്ടും ആ ബില്ല് 2013 വഖഫ് ബിൽ കേന്ദ്രം പാസ്സാക്കിയെടുത്തു. അന്നും കോൺഗ്രസ് ഭരണകാലത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്താണ് ഈ ബില്ല് ശക്തമായി പാസ്സാക്കി കൊണ്ടുവന്നത്. അതും കോൺഗ്രസ്സുകാരിൽ ഇന്നത്തെ പിന്നെ ജനാധിപത്യവും പിന്നെ സ്വാതന്ത്ര്യവും ഒക്കെ നേടിയെടുത്തു എന്ന് പറഞ്ഞ് ചുമ്മാ വിടുവ പറയുന്ന ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ പാസ്സാക്കിയെടുത്ത് ഇന്ത്യയിലെ ജനങ്ങളെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. ഇന്ത്യ ഉൾപ്പെടെ മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കുന്നു. വോട്ടിനു വേണ്ടി കോൺഗ്രസ് പാർട്ടി കാണിച്ചു കൂട്ടിയ തന്തയില്ലായ്മയാണ് ഇതൊക്കെ. വഖഫിന് ഏത് ഭൂമിയും അവകാശപ്പെടാം. കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധം ഇന്ത്യയുടെ ജനങ്ങളെ, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒരുപോലെ പറ്റിച്ച സർക്കാരാണ് കോൺഗ്രസ് സർക്കാർ. അതുമാത്രമല്ല, തമിഴ്നാട്ടില് 1000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവിടെ ഉണ്ടായിരുന്ന പഴക്കമുള്ള അമ്പലങ്ങൾ, പള്ളികൾ, ഗ്രാമപ്രദേശങ്ങൾ എല്ലാം വഖഫ് ബോർഡിനുള്ളതാണെന്ന് അവർ പറഞ്ഞേക്കുകയാണ്. അങ്ങനെ ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, കോടതിയിൽ കേസ് കിടക്കുന്നു. അങ്ങനെ എന്തെല്ലാം പരിപാടികൾ ഈ വഖഫ് നിയമം എന്ന് പറഞ്ഞ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മതക്കാർ ഇങ്ങനെ ജനങ്ങളെ ഉപദ്രവിക്കുന്നത് നമ്മളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ടാണ് ഈ വിടുവായുത്തരം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ വോട്ട് പിടിക്കാൻ നടക്കുന്നത്. നമ്മളെന്നും ഇതൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കേരളത്തിലെ ജനങ്ങളാണെങ്കിൽ വിഡ്ഢികളാണ്, വെറും മണ്ടരാണ്. അതുമാത്രമല്ല, ഈ വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആരെന്നറിയണ്ടേ? പാണക്കാട് തങ്ങളാണ്. അപ്പൊ തന്നെ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ ഏകദേശം. ഇന്ത്യയുടെ ജനങ്ങൾക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും മനസ്സിലായി കാണും. പക്ഷെ കേരളത്തിലെ വിഡ്ഢികളായി മണ്ടന്മാരായി ജീവിക്കുന്ന കുറെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട് കേട്ടോ. കാരണം പരസ്പരം പാരവയ്ക്കുന്ന അവർക്ക് മാത്രം മനസ്സിലാവില്ല, ബാക്കി എല്ലാവർക്കും മനസ്സിലായി ഈ വഖഫ് നിയമപ്രകാരം യുവന്മാര് കാണിച്ചു കൂട്ടുന്ന തന്തയില്ലായ്മ എന്താണെന്ന്. ഈ നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ടും ഈ ബില്ല് എടുത്തു കളയാൻ വേണ്ടി കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ മുന്നിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് ഉടനെ എടുത്ത് കളയും. വഖഫും ഇല്ല, ഒന്നുമില്ല, പാണക്കാട് തങ്ങളൊക്കെ വീട്ടിയിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ അറിയണം. അതുമാത്രമല്ല, ഈ വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആരെന്നറിയണ്ടേ? പാണക്കാട് തങ്ങളാണ്. അപ്പൊ തന്നെ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ ഏകദേശം. ഇന്ത്യയുടെ ജനങ്ങൾക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും മനസ്സിലായി കാണും. പക്ഷെ കേരളത്തിലെ വിഡ്ഢികളായി മണ്ടന്മാരായി ജീവിക്കുന്ന കുറെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട് കേട്ടോ. കാരണം പരസ്പരം പാരവയ്ക്കുന്ന അവർക്ക് മാത്രം മനസ്സിലാവില്ല, ബാക്കി എല്ലാവർക്കും മനസ്സിലായി ഈ വഖഫ് നിയമപ്രകാരം യുവന്മാര് കാണിച്ചു കൂട്ടുന്ന തന്തയില്ലായ്മ എന്താണെന്ന്. ഈ നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ടും ഈ ബില്ല് എടുത്തു കളയാൻ വേണ്ടി കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ മുന്നിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് ഉടനെ എടുത്ത് കളയും. വഖഫും ഇല്ല, ഒന്നുമില്ല, പാണക്കാട് തങ്ങളൊക്കെ വീട്ടിയിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ അറിയണം, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. വഖഫ് നിയമം എന്ന് പറഞ്ഞ് എന്തിനാണ് അങ്ങനെ ഒരു നിയമത്തിന്റെ ആവശ്യമുണ്ടോ? ഇത് ഇന്ത്യയാണ്. ഈ നിയമം അഫ്ഗാനിസ്ഥാനിൽ പോലും ഇല്ലെന്നാണ് പറയുന്നത്. ഇങ്ങനൊരു നിയമം മറ്റൊരു സ്ഥലത്തൊന്നുമില്ല, അഫ്ഗാനിസ്ഥാനിൽ പോലും ഇല്ല, അവരുടെ സ്ഥലങ്ങളിൽ പോലും ഇല്ല ഇങ്ങനെയുള്ള നിയമം. ഈ നിയമം എന്തിനാണ് ഇവിടെ പാസ്സാക്കിയത്?
1995 രണ്ടാമത് ഫസ്റ്റ് എന്തോ കൊണ്ടുവന്ന, അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഈ വഖഫ് നിയമം കൊണ്ടുവന്ന തള്ളി. രണ്ടാമത് ഇവര് കുറച്ചുകൂടെ ശക്തിയായി വന്നപ്പോ വോട്ടിന് വേണ്ടി ഇവര് കാണിച്ചു കൂട്ടിയ വേലയാണ്. 1995 നെഹ്റു, അത് കഴിഞ്ഞ് ഈ ബില്ല് 2013 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇത്രയും വേലത്തരം കാണിച്ച് ഈ ബില്ല് പാസ്സാക്കുന്നത്. എന്തിനാണ്? ഭരണകർത്താക്കളായിട്ട് എന്നും ഇവിടെ ഇരിക്കാൻ. പക്ഷെ അറിഞ്ഞു എന്നും ഭരിക്കാമെന്ന് വിചാരിച്ചു, ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് എന്നും ഭരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയാണ് പണി കിട്ടിയത്. മൊത്തത്തിൽ തൂത്തുവാരി തുടച്ചു കളഞ്ഞു. കോൺഗ്രസ് നാമാവശമായിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നുമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. എന്തുകൊണ്ടാണ്? ഈ ജനങ്ങളെ ചതിച്ചത് നിങ്ങളാണ്. അതുപോലെ തന്നെ ഈ വഖഫിന് ആരുടെ സ്വത്തിലും അവകാശം ഉന്നയിക്കാനുള്ള നിയമം ഉണ്ടാക്കിയത് UPA ചെയർപേഴ്സൺ അന്നത്തെ സോണിയാഗാന്ധിയാണ്. അപ്പൊ ആർക്ക് വേണോ ആരുടെ ഭൂമിയിലും അവകാശം ഉന്നയിക്കാം. ഈ വഖഫിന് വന്ന്, അതുമാത്രമല്ല ഈ വഖഫ് ബോർഡിൽ നിന്നും പാവങ്ങളുടെ അല്ലെങ്കിൽ പാവപ്പെട്ട ഞങ്ങളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നു. കേരള നിയമസഭയിലെ അതിന്റെ പ്രമേയം പാസാക്കുന്നു. ഇത്രയും ഇരട്ടത്താപ്പുള്ള ഒരു സർക്കാർ എവിടെയുണ്ട്? കേരളത്തെ നശിപ്പിച്ചു ഒരു സർക്കാർ. ഇനി കേന്ദ്രത്തെ മൊത്തവും നശിപ്പിച്ച് അടിച്ചിറക്കി തൂത്തുവാരി തുടച്ചു കളഞ്ഞിട്ടാണ് നല്ലൊരു സർക്കാരിനെ കയറ്റി വെച്ചിരിക്കുന്നത്. നമ്മളല്ല, ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളല്ല കേട്ടോ. ഇന്ത്യയിൽ കേരളം മാത്രമല്ല, ബാക്കി ഒരുപാട് സംസ്ഥാനമുണ്ട്. ആ ഒരുപാട് സംസ്ഥാനം മൊത്തവും ഭരിക്കുന്നത് മോദി സർക്കാരാണ്, ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇനി ഒന്ന് മനസ്സിലാക്കിക്കോ, ഒരു കളി നടക്കില്ല. മഹാരാഷ്ട്രയിലെ വൻ ഭൂരിപക്ഷത്തോടുള്ള തെരഞ്ഞെടുപ്പും കൂടെ കഴിഞ്ഞപ്പോൾ MP-മാരുടെ എണ്ണം കൂടി, പ്രതിപക്ഷമില്ലാതായി മഹാരാഷ്ട്രയിൽ. അറിയാലോ അല്ലേ സർക്കാർ? കോൺഗ്രസ്, മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞാലും വഖഫ് എന്നൊരു നിയമം ഉടനെ നമ്മുടെ ഈ രാജ്യത്ത് നിന്നും തുടച്ചു നിൽക്കും. അങ്ങനെ ഒരു ഹാജിമാരെയും ഒരു പാണക്കാട് തങ്ങളുടെയും കുത്തകയല്ല. അവരൊക്കെ അങ്ങനെ ഒരു അവകാശം നിശ്ചയിക്കണമെങ്കിൽ അവർക്കെല്ലാം വെട്ടിപ്പുറന്ന് കൊടുത്തു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും എന്നൊക്കെ പറഞ്ഞൊക്കെ എല്ലാവരും അങ്ങ് പോയില്ലേ, ബംഗാളോ എന്നൊക്കെ പറഞ്ഞു. അങ്ങോട്ടൊക്കെ പോണം. ഇവിടെ പറ്റൂല, ഇവിടെ അത് അനുവദിക്കില്ല. കാരണം ഇവിടെ ഭരിക്കുന്നത് നട്ടലുറപ്പുള്ള ഒരു സർക്കാരാണ്, മോദി സർക്കാർ, ഭാരതീയ ജനതാ പാർട്ടി, RSSന്റെ സർക്കാരാണ് ഇരിക്കുന്നത്. ഒരു തരികിട പരിപാടി നടത്തില്ല. അങ്ങനെ കോൺഗ്രസ് അങ്ങനെ വെച്ച വെള്ളം വാങ്ങി വെച്ചിട്ട് ഓക്കോ, ഇത്രേ പറയാനുള്ളൂ. പാവങ്ങളെ ഉപദ്രവിക്കുന്നത് ഇനി കണ്ടു നിൽക്കില്ല ജനങ്ങൾ. നിങ്ങൾ എന്താണെന്ന് വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലായി. വീണ്ടും പുതിയ വാർത്തയുമായി അനന്തപുരി ബ്ലോഗ് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അയക്കാനും മറക്കണ്ട.